വി.ഡി. സതീശന്റെ പ്രസ് മീറ്റ് തുടരുന്നു. അതിലേക്ക് മാനേജ്മെന്റ് സിസ്റ്റം കേരളത്തിലെ കോൺഗ്രസിനും UDF-നും ഉണ്ട്. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ചേർത്ത വോട്ടർമാരെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ഫോണിൽ. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വോട്ടർ പട്ടികയിൽ തെറ്റായ പേരുകൾ വന്നാൽ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരും BLO-മാരുമാണ് അതിലെ കുറ്റവാളികൾ. അത് ഇതിന് ശേഷം ഈ ചേർത്തവർക്കെതിരായിട്ട് കേസെടുത്ത് അന്വേഷണം നടത്തണം. അല്ലാതെ ഇപ്പോൾ ഒരു പോളിംഗ് ബൂത്തിൽ എനിക്ക് വോട്ടുണ്ട് എന്ന് പറഞ്ഞ് ID കാർഡുമായിട്ട് വന്നാൽ അയാളെ വോട്ട് ചെയ്യിപ്പിക്കണം. അങ്ങനെ ആദ്യം തടയേണ്ടത് LDF-ൻ്റെ സ്ഥാനാർത്ഥിയല്ലേ. ജില്ലാ സെക്രട്ടറി തടയണമെങ്കിൽ ആദ്യത്തെ വ്യാജ വോട്ട് പുള്ളിയുടെയാണ്. ഏറ്റവും അവസാനം ചേർത്തേക്കുന്ന വോട്ടാ ആ ബൂത്തിലെ 88ാമത്തെ ബൂത്തിലെ. അല്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഈ CPM ജില്ലാ സെക്രട്ടറി ഒരു പണിയും ചെയ്യാത്ത ആളാണ്. അതുകൊണ്ട് അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ബഹളം ഉണ്ടാക്കുക. പാർട്ടിയിലെല്ലാം വ്യാജ വോട്ട് അവർ ചേർത്തേക്കണ വ്യാജ വോട്ടാണ്. കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അതൊക്കെ വല്ല പാർട്ടിക്കാരും ചേർത്ത്, ഇവരാരും മുൻകൈ എടുത്ത് ചേർത്തല്ല. ഞങ്ങളെ പാർട്ടി മുൻകൈ എടുത്ത് ഞങ്ങൾ ശ്രദ്ധിച്ച് അദ്ദേഹം പറഞ്ഞത് ശരിയാ. പ്രതിപക്ഷ നേതാവായ എനിക്ക്, ഷാഫി പറമ്പിലിന്, ശ്രീകണ്ഠൻ, ഞങ്ങളെല്ലാവരും കൂടി, DCC പ്രസിഡന്റ്, ഞങ്ങളെല്ലാവരും കൂടി ചെയ്ത ലീഗ് നേതാക്കൾ അവർ പ്രത്യേകമായി ശ്രദ്ധിച്ച് അവരൊക്കെ പ്രത്യേകമായ ക്യാമ്പ് നടത്തി പരിപാടി നടത്തി ചെയ്തതിന് അസൂയപ്പെട്ട കാര്യമില്ല. വേറെ എന്തെല്ലാം നാടകങ്ങൾ തുടങ്ങി. അതിലെ അവസാനത്തെ നാടകം 18-ാം തീയതി ആവർത്തിക്കട്ടെ. ഒറ്റ കാര്യം ഞാൻ പറയുള്ളത്, തിരിഞ്ഞു കയറും. എല്ലാം തിരിഞ്ഞു കയറിയല്ല. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ട് ഈ മന്ത്രിയും ഒരു ലോബിയാണ്. CPM-ലെ ഒരു ലോബിയാണ് മന്ത്രി, അളിയൻ, ജില്ലാ സെക്രട്ടറി. ഇത് CPM-ലെ ഒരു ലോബിയാണെന്ന് തെളിഞ്ഞല്ലോ. അവരാണ് പെട്ടി കെട്ടിപ്പിടിക്കാൻ പറഞ്ഞത്. മറ്റേ നീലപ്പെട്ടി കൃഷ്ണദാസാണ് പറഞ്ഞത് പെട്ടി ദൂരത്ത് എറിയടാന്ന് പറഞ്ഞത്. അത് 2 ലോബിയാണ് CPM-ൻ്റെ അകത്ത്. ഈ ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് കൊഴിഞ്ഞാമ്പാറയിൽ 100 പാർട്ടി മെമ്പർമാർ വന്ന് വെല്ലുവിളിച്ചത്. ഒന്നും ചെയ്തില്ലല്ലോ അവർക്കെതിരെ നടപടി. CPM-ൽ പതിവുള്ള കേസാണ്. 100 പാർട്ടി മെമ്പർമാർ വന്ന് ഒരു ജില്ലാ സെക്രട്ടറി വെല്ലുവിളിച്ചത്.